ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് നടന്ന കോടികളുടെ സേവന നികുതി വെട്ടിപ്പിൽ നിർണായക അന്വേഷണം നാളെ ആരംഭിക്കും. സംഭവത്തിൽ GST നിയോഗിച്ച 5-അംഗ പ്രത്യേക അന്വേഷണ സംഘം നാളെ കാഞ്ഞങ്ങാട്ടെത്തി നേരിട്ട് പരിശോധന നടത്തും. വാഗ്ദാനം നൽകിയ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22.68 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഡെപ്യൂട്ടി കമ്മീഷണർ സി ബ്രിജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്. 2025 ജൂണിലാണ് ഈ നികുതി വെട്ടിപ്പ് കാഞ്ഞങ്ങാട് GST ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തുന്നത്. തുടർന്ന് കമ്പനിക്ക് 5 തവണ നോട്ടീസ് നൽകിയെങ്കിലും കമ്പനി ഇത് പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു. നോട്ടീസ് നൽകിയിട്ടും തുടർ നടപടികൾ വൈകിയതിൽ കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് ഓഫീസറുടെ മൊഴിയെടുക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഫയലുകൾ, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, E-way ബില്ലുകൾ എന്നിവ വിശദമായി പരിശോധിക്കും. കേസിന്റെ പ്രാഥമിക റിപ്പോർട്ട് ബുധനാഴ്ചയോടെ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ വിഷയവുമായി ബന്ധപ്പെട്ട മറ്റു തട്ടിപ്പുകളിൽ സർക്കാരിന്റെ പ്രത്യേക അന്വേഷണവും ഉടനുണ്ടായേക്കും. സാധാരണയായി ഇത്തരം കൂറ്റൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇവന്റ് മാനേജ്മെന്റ് കരാറുകളിൽ കോടികളുടെ ബിസിനസ് നടക്കുമ്പോൾ അടയ്ക്കേണ്ട സേവന നികുതി വെട്ടിക്കാൻ വ്യാജ ബില്ലുകളോ യഥാർത്ഥ വരുമാനം മറച്ചുവെക്കലോ നടന്നോ എന്നാണ് GST വിഭാഗം പരിശോധിക്കുന്നത്. GST ഇന്റലിജൻസ് പരിശോധിക്കുന്നത് പ്രധാനമായും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ തെളിവുകളാണ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും E-way ബില്ലുകളും ഒത്തുനോക്കുന്നതിലൂടെ മറച്ചുവെച്ച യഥാർത്ഥ ഇടപാട് തുക എത്രയാണെന്ന് കൃത്യമായി പുറത്തുകൊണ്ടുവരാൻ സാധിക്കും.